നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ടീമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ട പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചിരുന്നാൽ ഒരു എബൌട്ട് 90% ആൾക്കാരും പറയുക നമ്മുടെ മിഡ്ഫീൽഡ് പൊസിഷൻ ആയിരിക്കും എന്നായിരിക്കും. സത്യമാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ മിഡ്ഫീൽഡ് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരാളല്ല, നമുക്ക് ആക്ച്വലി രണ്ടാൾക്കാരുടെ ആവശ്യമാണ് ആ മിഡ്ഫീൽഡിലേക്ക് വരുന്നത്. കാരണം അടുത്ത സീസൺ ആകുമ്പോൾ കാസമീറോ പോകുന്നു, പിന്നെ ഉഗാർട്ടെ പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ പൊസിഷനിലേക്ക് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരില്ല. കോബി മെയിനും ബ്രൂണോ ഒക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എടുത്തു പറയുന്നൊരു പ്ലെയേഴ്സൊന്നും നമുക്കില്ല. അപ്പോൾ വി നീഡ് മോർ പീപ്പിൾ, 2 people ഇൻ ദാറ്റ് മിഡ്ഫീൽഡ് പൊസിഷൻ. പക്ഷേ ആ സെയിം ഗ്രാവിറ്റിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ബാക്ക് എന്നുള്ള പൊസിഷനാണ്. ലൂക്ക് ഷോയും ഡിയോഗോ ഡാലോ ആണ് ആ പൊസിഷനിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് പ്ലെയേഴ്സ് അവരുടെ ടോട്ടൽ കമ്പൈൻഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്രയാണെന്ന് പറഞ്ഞാൽ 20 വർഷമായിട്ടാണ് ഇവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഇയേഴ്സ് ഓഫ് സർവീസ്. ഇതിപ്പം വേറെ ഒരു ക്ലബിലും ഇതേപോലത്തെ രീതിയിൽ നടക്കും എന്ന് തോന്നുന്നില്ല. അതും നമുക്ക് വേണ്ടുന്നുള്ള ഔട്ട്പുട്ട് തരാതെ ഒരു 20 വർഷക്കാലം കമ്പൈൻഡായിട്ട് രണ്ട് പ്ലെയേഴ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൈഡായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അത് മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ഡിയോഗോ ഡാലോ 18ാമത്തെ വയസ്സിലാണ് വരുന്നത്. 26 വയസ്സുണ്ട് ഇപ്പോൾ. ഏകദേശം 8+ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഡാലോ നിൽക്കുന്നത്. ഡാലോയുടെ പ്രൈം ലെവലിൽ നിൽക്കേണ്ട ഒരു ഏജാണിത്. പക്ഷേ ഡാലോ എവിടെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വൺ ഓഫ് ദ ലയബിലിറ്റീസ് ഓഫ് ദ ടീം. ഈ ടീമിൻ്റെ എന്താ പറയുക, ഡിഫൻസിലാണെങ്കിൽ ഒത്തിരി അധികം മിസ്റ്റേക്സ് റെഗുലറായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ഫോർവേഡ് പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ടില്ല. ഹി ഗെറ്റ്സ് ഇൻ ടു ബെറ്റർ പൊസിഷൻസ്. പലപ്പോഴും നല്ല പൊസിഷനിൽ എത്തിപ്പെട്ടിട്ട് പിന്നീട് ഫൈനൽ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം പുവർ. ഒന്നല്ലെങ്കിൽ ഇപ്പം സ്ട്രൈക്ക് ചെയ്യേണ്ടടുത്ത് പാസ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ അടിച്ച് പുറത്ത് വല്ലയിടത്തും കളയുക. ഇങ്ങനത്തെ പല രീതിയിലുള്ള ഇതാണ് നമ്മൾ ഡിയോഗോ ഡാലോയുടെ അടുത്ത് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിഫൻസീവ് ഇതിൽ നോക്കുമ്പോൾ ഇപ്പം ഡിഫൻസീവ് ഡ്യുവൽസിൻ്റെ അകത്ത് വളരെ മോശം. പിന്നെ അതിനുശേഷം എന്താ പറയുക, ഒരു ഓപ്പോസിറ്റ് ഫോർവേഡിന് അവരുമായിട്ട് ഇപ്പം 1-on-1 വന്നു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം ഈ ഫോർവേഡ്സ് ഡാലോനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീസണിലെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 6 ടീംസിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ റൺ പാസ്റ്റായിട്ട് ഉള്ള പ്ലെയറാണ് ഡിയോഗോ ഡാലോ. എത്ര ഫോർവേഡ്സ് ആണെന്നല്ല ഈസി ആയിട്ട് പാസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ലയബിലിറ്റി. പിന്നെ ക്രൂഷ്യൽ മൊമെൻറ്റ്സിൽ ഈ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻസിലൊക്കെ പോയിട്ട് ഫൗള് കൊടുക്കുക, അങ്ങനത്തെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് ഡാലോട്ടിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ലൈക്ക് ഹി ഡസ് നോട്ട് യൂസ് ഹിസ് ഹെഡ്. വല്ലപ്പോഴും നാട്ടിലും സംക്രാന്തിക്കും മാത്രം ഡാലോട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതല്ലാതെ ഈ 8 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു ടീമിൽ റെഗുലർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ഡാലോട്ടിന് സാധിച്ചിട്ടില്ല. എനിക്ക് അറിയാത്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എത്രയധികം മാനേജേഴ്സ് വന്നു പോയിട്ടുണ്ടെന്ന് അറിയാം ഈ ഒരു കാലഘട്ടത്തിൽ. കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഇവരെല്ലാവരും ഡാലോനെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഇതെനിക്ക് തീർത്തും മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്താ പറയുക, ഇപ്പം പല ആൾക്കാർക്കും വേറെ പൊസിഷൻസ് ആ പൊസിഷൻ കവർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഡാലോനെ എല്ലാ ആൾക്കാരും കീപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പുറത്തെ ലൂക്ക് ഷോനെ എല്ലാ ആൾക്കാരും കീപ്പ് ചെയ്തു. അറ്റ്ലീസ്റ്റ് ലൂക്ക് ഷോയുടെ പൊസിഷനിൽ പ്ലെയേഴ്സ് വന്നു. മലാസിയ വന്നു, പിന്നെ എന്താ പറയുക, ബ്രാൻഡൻ വില്യംസ് ഇടയ്ക്ക് കുറച്ച് നാളുണ്ടായിരുന്നു, പിന്നെ പാട്രിക് ഡോർഗു ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വന്നു. പിന്നെ ആൽവറോ ഫെർണാണ്ടസിന് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഉണ്ടായിരുന്ന ഒരു ജെമ്മായിരുന്നു. ആ ജെമ്മിന് ഏറ്റവും അവസാനം പറഞ്ഞ് നമ്മൾ ബെനഫിക്കയിൽ വിട്ട് ബെനഫിക്കയിൽ നിന്ന് പിന്നെ റിയൽ മാഡ്രിഡിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഡാലോട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഞാൻ 1-2 ട്രെയിനിങ് വീഡിയോസ് കാണാനായിട്ട് ഇടയായി. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ്. ആ ട്രെയിനിങ്ങിൻ്റെ അകത്തൊക്കെ ഡാലോട്ടിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാലും ഹെവി പെർഫോമൻസ് പറന്നിരിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു കോച്ചുമാരുടെ മുമ്പിൽ ഇതായിരിക്കും ഇയാൾ ട്രെയിനിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൽ കാണുന്നതോടുകൂടിയാണ് കോച്ചസ് നോക്കുമ്പോൾ ഓക്കെ ഈ പ്ലെയറിനെ പ്രസൻറ്റ് ചെയ്യാം, കളിപ്പിക്കാം എന്നുള്ളത് വരുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൽ ഹെവി ആയിട്ട് പെർഫോം ചെയ്യും. പക്ഷേ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതെല്ലാം മറന്നിട്ട് വളരെ സബ്സ്റ്റാൻഡായിട്ടുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇഷ്യൂ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ വളരെയധികം എന്താ പറയുക
ലൂസൺ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, വീക്കൻ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിപ്പം രണ്ട് വിങ്ങർ പൊസിഷൻസിൻ്റെ അകത്ത് കുനിയ ഉണ്ട്, ഇപ്പുറത്ത് എംബുമോ ആൻഡ് സ്ട്രൈക്കർ സെസ്കോ അപ്പ് ഫ്രണ്ട്. ഈ രണ്ട് ഫുൾ ബാക്കിൻ്റെയും ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലൂക്ക് ഷോ ഹി ഡസൻ ഓവർലാപ്പ്. അപ്പം ഓവർലാപ്പ് ചെയ്ത് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്പേസസ്, വൈഡ് സ്പേസസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യപ്പെടും, പിച്ച് സ്ട്രെച്ച് ചെയ്യപ്പെടും. അപ്പം പിച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഡിഫൻഡർ കൂടെ പോകും. ഈ ഇപ്പം ഫുൾ ബാക്ക് ഇപ്പം ലൂക്ക് ഷോ പോകുന്നതിൻ്റെ കൂടെ ഒരു ഡിഫൻഡർ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിക്ക് അവിടെ കുറച്ചുകൂടെ സ്പേസ് ഓപ്പൺ ആയി കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിലും എംബൂമോയ്ക്കും അതെ, എംബൂമോ ബോളുമായിട്ട് പോകുമ്പോൾ ഓവർലാപ്പ് ചെയ്തിട്ട് ഡാലോ പോയി കഴിഞ്ഞാൽ ഡാലോവിന് പാസ് കൊടുക്കാം, അവിടുന്ന് ഡിഫൻഡർ ഡാലോവിനെ തേടി പോകും. അപ്പോൾ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അപ്പം ഇവർ പിച്ച് പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ചെയ്യാത്തുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു ഇഷ്യൂ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മത്തിയാസ് കുഞ്ഞയും എംബൂമോയും തന്നെയാണ്. കാരണം അവരുടെ ഔട്ട്പുട്ട് പ്രോപ്പർ അല്ല എന്നുള്ള രീതിയിലാണ് കൂടുതൽ പഴി കേൾക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫുൾ ബാക്സ് രണ്ട് സൈഡിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ഓവർലാപ്പിംഗ് നടക്കുന്നില്ല, പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നില്ല, ഇതൊക്കെയാണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ക്യാരിക്കൻ അണ്ടറിലുള്ള ടാക്ടിക്സിൻ്റെ ഭാഗമാണോ എന്താണെന്ന് പറയുന്നത്, ബട്ട് ഇറ്റ് ഈസ് റോങ് ടാക്ടിക്സ്. എന്ന് വെച്ചാൽ ലൂക്ക് ഷോ ഒക്കെ ആണെങ്കിൽ മിഡ് ലൈൻ്റെ അപ്പുറത്തേക്ക് കൂടുതലായിട്ട് പോകുന്നതായിട്ട് കാണപ്പെടുന്നില്ല. മേ ബി ബിക്കോസ് ഹി ഹസ് ലോസ്റ്റ് സ്പേസ്, അതുകൊണ്ട് എതിർ ടീമിൻ്റെ കൗണ്ടർ അറ്റാക്ക് വരാതിരിക്കാനായിട്ടുള്ള കാരണം കൊണ്ടാണോ ലൂക്ക് ഷോനെയൊക്കെ ഏകദേശം മിഡ് ലൈന് അപ്പുറത്ത് ഡാലോ ആണെങ്കിലും ആ മിഡ് ലൈൻ്റെ അപ്പുറത്ത് ഒരിച്ചിരി പോവുക തിരിച്ചു വരിക ചെയ്യുന്നത്. അല്ലാതെ ഈ രണ്ട് വിങ്ങേഴ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്രോസ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് വരാത്ത സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ള സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ 6.5 ഫുട്ട് ഹൈറ്റ് ഉള്ള ഒരു സ്ട്രൈക്കർ സെസ്കോ ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് മാൻ ഉള്ള സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ക്രോസുകൾ പെനൽറ്റി ബോക്സിനകത്ത് ഇടേണ്ടതാണ്. ലൂക്ക് ഷോനൊക്കെ നമുക്കറിയാം നല്ല രീതിയിൽ ക്രോസ് ചെയ്യാനായിട്ട് കഴിവുള്ള പ്ലെയറാണ്. ഇപ്പോൾ ഡാലോ ആണെങ്കിലും മുമ്പൊക്കെ കുറേ നാൾ മുമ്പൊക്കെയാണ് അത്യാവശ്യം ക്രോസുകളൊക്കെ ചെയ്യുന്ന ഒരു പ്ലെയറായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ക്രോസുകളെല്ലാം സ്റ്റോപ്പായി. അപ്പോൾ ഇവർ പോവാതിരിക്കുന്ന സമയത്ത് എന്തോ പറ്റുന്ന പറഞ്ഞാൽ ഈ ടീമുകൾ, അതായത് ഇപ്പം ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ പെനൽറ്റി ബോക്സ് എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്പേസ് കൺജസ്റ്റഡ് ആക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിരുന്നാൽ സെസ്കോ പ്രത്യേകിച്ച് ഈ സ്ട്രൈക്കർ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇത്രയധികം ഡിഫൻഡേഴ്സ് ആയിരിക്കും കൂടെ ചേർന്ന് നിൽക്കുന്നത്. സോ ഹി ഡസ് നോട്ട് ഗെറ്റ് ഇനഫ് സ്പേസ് ടു ലൈക്ക് എന്താ പറയുക, ഒരു ഗോൾ സ്കോർ ചെയ്യാനൊക്കെയുള്ള സ്പേസ് വളരെ കുറവ് തന്നെയായിരിക്കും. അപ്പം ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. പിന്നെ ഈ പാട്രിക് ഡോർഗുവിനെ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ലൂക്ക് ഷോയുടെ പൊസിഷനിൽ. പക്ഷേ നമ്മൾ അംബ്രബിൻ്റെ കാലത്തിൽ നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ ഹി ഈസ് നോട്ട് ഗിവിങ് ഇനഫ് ഔട്ട്പുട്ട്. ആദ്യമൊക്കെ നമുക്ക് ക്രോസിങ്ങിൽ പ്രശ്നമായിരുന്നു, പിന്നെ ഡിഫെൻസിവിൽ ആണെങ്കിലും പ്രശ്നം, അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. അംബ്രബിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് 1-2 പ്രാവശ്യം വിങ്ങിൽ പരീക്ഷിച്ചു. പിന്നെ ക്യാരിക്ക് വന്നതിന് ശേഷം ആർസണലുമായിട്ടുള്ള സിറ്റി ആയിട്ടുള്ള ഗെയിമുകളിൽ ഇത് കണക്ക് പരീക്ഷിച്ചിട്ട് ആ പൊസിഷൻ വിജയം കണ്ടു. ഹി സ്കോർ 2 goals. അത് കഴിഞ്ഞിട്ടാണ് പരിക്കുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞത്. അപ്പോൾ ഡോർഗു തിരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ കുഞ്ഞായി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പൊസിഷനിൽ തന്നെ കയറുമോ അതോ തിരിച്ച് ലൂക്ക് ഷോയുടെ പൊസിഷനിലേക്ക് വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ തിങ്ക് ഹീ ഷുഡ് ഓക്യുപ്പൈ ദാറ്റ് ലൂക്ക് ഷോസ് സ്പോട്ട്. ഫുൾ ബാക്കിൻ്റെ ആ പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് തന്നെ എടുത്തിട്ടാണ് എന്താ പറയുക ഡോർഗു കളിക്കേണ്ടത്. കാരണം ലൂക്ക് ഷോയുടെ പേസ് നഷ്ടപ്പെട്ടു. ലൂക്ക് ഷോന് അപ്പ് ആൻഡ് ഡൗൺ ഓടി നിൽക്കാനായിട്ടുള്ള പേസും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. കാരണം ഒരു ഇത്രയധികം വർഷം കളിച്ചിട്ട് ഏകദേശം 10 വർഷത്തിൽ കൂടുതൽ കളിച്ചിട്ട് ഈ പ്ലെയറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എത്രയധികം ഗെയിംസാണ് ഇഞ്ചുറി ആയിട്ട് പുറത്തിരുന്നത്. ഈ സീസണിലാണ് ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് ഗെയിംസ് കളിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന കാരണം എന്ന് വെച്ചാൽ വേൾഡ് കപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഇതാകുമ്പോൾ ലൂക്ക് ഷോ എല്ലാ വേൾഡ് കപ്പിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ യൂറോ കപ്പിൻ്റെ സമയമാകുമ്പോൾ ലൂക്ക് ഷോന് എവിടെ നിന്നോ ഒരു പ്രത്യേക എനർജി വരും, പരിക്കുകളിൽ നിന്നൊക്കെ മുക്തമായിട്ട് റെഗുലറായിട്ട് കളിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും പറയുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് ഇയർ ആയതുകൊണ്ടാണ് ലൂക്ക് ഷോ അങ്ങനെ നിൽക്കുന്നത്. സോ ലൂക്ക് ഷോയുടെ മൊത്തത്തിലുള്ള കാര്യം നോക്കി കഴിഞ്ഞാൽ ഹി ഹാസ് ലോസ്റ്റ് സ്പേസ്, പിന്നെ ആ ഫിസിക്കാലിറ്റി നഷ്ടപ്പെട്ടു. എത്രയോ പ്രാവശ്യം പ്ലെയേഴ്സ് ലൂക്ക് ഷോനെ ബീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മളിപ്പം കാണുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ഇത്രയധികം പ്രോബ്ലംസ് മുമ്പോട്ട് നിൽക്കുന്ന ഒരു സമയത്ത്
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് വരണം. രണ്ട് സൈഡിലും ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് മാറ്റം വന്നു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സീസണിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഡോർഗു ഇപ്പം ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നു. പക്ഷേ ഡോർഗു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹീ ഈസ് വെരി യങ്. ഡോർഗുവിനെ ആ ഒരു പൊസിഷനിലേക്ക് പരീക്ഷിക്കുക എന്ന് പറയുന്നത് അത് വീണ്ടും ഒരു ഗാംബിൾ തന്നെയാണ്. ഹി നീഡ്സ് ടൈം. കുറച്ച് ടൈപ്പായിട്ട് മാത്രമേ നമുക്ക് ഒരു റെഗുലറാക്കി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വി നീഡ് ടു ഹാവ് എ പ്രോപ്പർ ഒരു സെറ്റായിട്ടുള്ള ഫുൾ ബാക്സ് രണ്ട് സൈഡിലും വേണം. പ്രത്യേകിച്ച് ലൂക്ക് ഷോയുടെ പൊസിഷനിൽ നമുക്കത് കിട്ടിയേ പറ്റൂ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു നെയിം എന്ന് പറഞ്ഞാൽ ലൂയിസ് ഹോൾ. കഴിഞ്ഞ ഗെയിമിൽ ബാർസലോണയായിട്ടുള്ള ഗെയിമിൻ്റെ അകത്ത് എന്താ പറയുക, ലെമിൻ യമാലിനെ പൂട്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പൂട്ടായിരുന്നു പൂട്ടിയത്. കാരണം അങ്ങനത്തെ ആ ഗെയിം കണ്ടു കഴിഞ്ഞിരുന്നപ്പം ഒത്തിരി അധികം ഫാൻസിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിയ ഒരു ഇത് വന്നു. കാരണം പല ആൾക്കാരും ലൂയിസ് ഹോളുടെ പേര് ഇപ്പോൾ പറയുന്നുണ്ട്. ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയ ഒരു പ്ലെയറാണ്. ആൻഡ് ഹി ഹാസ് ഗോട്ട് മൾട്ടിപ്പിൾ ഇയേഴ്സ് നമുക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്നുള്ളൊരു രീതിയിലും പറയുന്നുണ്ട്. ആൻഡ് പിന്നെ ഡാലോയുടെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ റിയൽ മാഡ്രിഡ് ഡാലോനെ തിരക്കി അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള റൂമേഴ്സ് നമ്മൾ കഴിഞ്ഞൊരു 1-2 സീസണായിട്ട് കേൾക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഇഫ് വി ആർ വില്ലിംഗ് ടു സെൽ ദ പ്ലെയർ ഡെഫിനറ്റ്ലി കൂടുതൽ ടീമുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡാലോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വി വിൽ ഗെറ്റ് എ വാല്യൂ. അത്യാവശ്യം ഒരു 30-40 മില്യൺ കിട്ടാനായിട്ടുള്ള ഇതാണ്. കാരണം ഹീസ് 26, അത്യാവശ്യം എന്താ പറയുക ഇഞ്ചുറി ഒന്നും അധികം ഇല്ലാത്തൊരു പ്ലെയർ. അപ്പം മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഡാലോണിനൊരു വാല്യൂ എന്തായാലും ഉണ്ടാവും. ഒരു 30-40 മില്യൺ എന്തായാലും കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ് ഡിയോഗോ ഡാലോ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് എന്ന പൊസിഷനോട് കൂടെ തന്നെ എടുത്ത് വായിക്കേണ്ട ഒരു പൊസിഷൻ തന്നെയാണ് ഫുൾ ബാക്ക് പൊസിഷൻ. ആൻഡ് വി നീഡ് സ്ട്രെങ്തനിങ്. ആ ഒരു പൊസിഷൻ സ്ട്രെങ്തനായി കഴിഞ്ഞാൽ അത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ടോട്ടൽ ടീമിനെയാണ്. മിഡ്ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയറായിട്ട് വരും. പിന്നെ നമ്മുടെ വിങ്ങേഴ്സിനെ ഫോർവേഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയറായിട്ടും ഈ വിങ് ബാക്സിന് കളിക്കാൻ പറ്റും. രണ്ട് സൈഡും നല്ല രീതിയിൽ ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ വി ഹാവ് എ പ്രോപ്പർ ടീം. നമുക്ക് അടുത്ത സീസണിലൊക്കെ ഒരു 1-2 സീസണിൻ്റെ അകത്തൊക്കെ പ്രീമിയർ ലീഗ് ടൈറ്റിലിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലൈക്ക് മിഡ്ഫീൽഡിനോട് കൂടി തന്നെ നമ്മൾ എടുത്ത് വായിക്കേണ്ട ഒരു പൊസിഷനാണോ വിങ് ബാക്ക്, അതല്ല ഈ പ്ലേയേഴ്സ് തന്നെ മതിയോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി ഗിവ് എ ലൈക്ക് ടു ദ വീഡിയോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.